പ്രൈസ് ദ ലോർഡ്. നമ്മെ കുറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, നമ്മെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ ദൈവം നമ്മെ തെളിയിക്കുവാനിടയായിത്തീരും. നാം വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന്, നമുക്ക് മറുപടി തരുന്ന ദൈവമെന്ന് ദൈവം നമ്മെ തെളിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗവും 6-ാമത്തെ വേദഭാഗവും വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. 6-ാമത്തെ വേദഭാഗം, അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. 2 വാക്യങ്ങളിലും വ്യത്യസ്തമായ ചിന്തകളിൽ പൗലോസിനെ ചിത്രീകരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 1-ാം ഭാഗത്ത് കാണുന്നത് ബർബരന്മാർ ഒരുമിച്ച് പറയുകയാണ്, അതെ, അവിടുത്തെ അണലി അവൻ്റെ കയ്യിൽ പറ്റിയതുകൊണ്ട് അവനൊരു കൊലപാതകനാണ്, അവൻ ശരിയല്ലാത്തവനാണ്, അവൻ കൊലപാതകനായതുകൊണ്ടാണ് നീതിദേവി അവനെ വിടാത്തതെന്ന് ബർബരന്മാർ പറഞ്ഞു. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ, അവർ പറഞ്ഞ വാക്കിന് മുകളിൽ അത് സംഭവിക്കാതിരുന്നപ്പോൾ, അവർ പൗലോസ് ചാകുകയോ വീർത്ത് താഴെ വീഴുകയോ ചെയ്യാത്തത് അവർ കണ്ടപ്പോൾ, അവർ പറഞ്ഞ വാക്ക് വീണ്ടും തിരുത്തി പറയുകയാണ്, അതെ, അവൻ കൊലപാതകനല്ല, അവനൊരു ദേവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ചില വീഴ്ചകളും കണ്ടിട്ട് നമ്മുടെ കൂടെയുണ്ടവർ, നമ്മുടെ ഇന്നലകളിൽ കൂടെ ഉണ്ടായിരുന്നവർ പലപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ തിരുവചന ഭാഗത്തിലൂടെ നമ്മളോട് ഇടപെടുകയാണ്. നമ്മെ ഒറ്റപ്പെടുത്തി, നമ്മെ മാറ്റി നിർത്തിയ, നമ്മെ കുറ്റപ്പെടുത്തിയവരുടെ നടുവിൽ ദൈവം നമ്മെ തെളിയിക്കുവാനിടയായിത്തീരും. നാം നമ്മെ തെളിയിക്കേണ്ട, ഇവിടെ പൗലോസിനെ തെളിയിക്കാൻ നിന്നില്ല. പൗലോസിൻ്റെ അകത്ത് വ്യാപരിച്ചൊരു ദൈവശക്തിയുണ്ട്, പൗലോസിൻ്റെ അകത്ത് വ്യാപിച്ചൊരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയിൽ അവൻ ആശ്രയിക്കുന്നത് കൊണ്ട് അവനെ തെളിയിക്കാൻ, അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്നൊന്നും തെളിയിക്കാൻ നിന്നില്ല. ദൈവം അവനെ തെളിയിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തെളിയിക്കേണ്ട ആവശ്യമില്ല. നാം ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലും ഇടക്കി കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ തെളിയിക്കും. നാം വിളിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി മറുപടി നൽകി തരുന്നൊരു ദൈവമാണെന്ന് ദൈവം തെളിയിക്കുവാനിടയായി തീരും. അതേ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ പൗലോസും കൂടെ ഉണ്ടായിരുന്നവരും അനുഭവിച്ച ഒരു വലിയ പ്രയാസമുണ്ട്. അവർ കപ്പൽ യാത്ര ചെയ്ത സമയം മുതൽ കൊടുങ്കാറ്റടിക്കുകയും ഈശാനമൂൽ അടിക്കുകയും അവരുടെ ചരക്കു വസ്തുക്കൾ കടലിൽ എറിയുകയും ചെയ്ത്, അതിൻ്റെ നടുവിലും എല്ലാവരും പരിഭ്രാന്തി പിടിച്ച് വേദനപ്പെട്ട ആകുലതയിൽ ഇരിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, 27-ാം അധ്യായത്തിനകത്ത് 24-ാം വേദഭാഗത്തിൽ ഇങ്ങനെ പൗലോസ് അവരെ ബലപ്പെടുത്തുകയാണ്. എല്ലാവരെയും ബലപ്പെടുത്തുക. ധൈര്യപ്പെട്, നിങ്ങൾ ധൈര്യപ്പെട്. 276 പേർക്കും ഒരു കേടും വരുത്താതെ ദൈവം നമ്മെ ബലപ്പെടുത്തും, ദൈവം നമ്മെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് പൗലോസ് ദൈവഭക്തൻ അവിടെ പറയുകയാണ്. കർത്താവിന് സ്തോത്രം. എൻ്റെ ചോദ്യം, ഇവിടെ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, മെലീത്ത ദ്വീപിൽ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബർബരന്മാർ അവിടെ പൗലോസ് അല്പം കൂടെ വിറകെടുത്ത് തീയിലേക്കിട്ടപ്പോൾ അതിനകത്തുനിന്നൊരു അണലി അവൻ്റെ കയ്യിൽ പറ്റി. ബർബരന്മാർ അവനെ കുറ്റപ്പെടുത്താൻ നിന്നപ്പോൾ ഇന്നലകളിൽ പൗലോസ് ബലപ്പെടുത്തിയവർ ഒരു പക്ഷെങ്കിൽ അവിടെ കണ്ടെന്നിരിക്കാം. പൗലോസ് ബലപ്പെടുത്തിയവരാരും മിണ്ടിയിട്ടില്ല. പൗലോസ് ബലപ്പെടുത്തി ധൈര്യപ്പെടാൻ പറഞ്ഞ, ഞങ്ങളുടെ അവസാനം ഈ കടലിൽ തീരുമെന്ന് പറഞ്ഞവരെയൊക്കെ ബലപ്പെടുത്തിയവരവിടെ ഉണ്ട്. പക്ഷെങ്കിൽ അവരൊക്കെ മൗനമായിട്ട് നിന്നു. ബർബരന്മാർ കുറ്റപ്പെടുത്തിയപ്പോൾ അവർ മൗനമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അവർക്ക് പറയാൻ കഴിയും, അതെ, പൗലോസ് ഒരു ദൈവമനുഷ്യനാണ്, പൗലോസ് ഒരു ദൈവഭക്തനാണ്, അവനെ അണലിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയാമായിരുന്നു.
പക്ഷെങ്കിൽ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാതെ ദൈവം അവനെ അടുത്ത സെക്കൻഡുകളിൽ, മിനിറ്റുകളിൽ തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുമെന്ന്, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ നമ്മെ വിട്ടു പോയേക്കാം. നമ്മെ വിട്ട് മാറി നമ്മെ കുറ്റപ്പെടുത്തിയെന്ന് വരാം. നീ ശരിയല്ലെന്ന് പറഞ്ഞേക്കാം, നീ തകരുമെന്ന് പറഞ്ഞേക്കാം, നീ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് തിരുവചനം ആമിഷ്ടത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്. അതെ, നമ്മെ കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് തന്നെ നമ്മെ മാന്യനാണെന്ന് പറയിപ്പിക്കാൻ, ആമിഷ്ടോത്രം അവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് പറയിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, ദൈവസന്നിധിയിൽ ഒരു ശുഭഭാവിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ആ സാഹചര്യങ്ങളിൽ ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ, മിനിസ്ട്രിക്ക് നേരെ, നമ്മുടെ ബിസിനസ്സിന് നേരെ ഒക്കെ വരുമ്പോൾ, ചില പരാജയങ്ങൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ കൂടുണ്ടായിരുന്നവർ മാറിക്കളഞ്ഞേക്കാം, മാറ്റി നിർത്തിയേക്കാം. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, മാറ്റി നിർത്തിയവരുടെ നടുവിലും മാനിക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അതേ, 4-ാമത്തെ വേദഭാഗം ബർബരന്മാർ പറഞ്ഞു, ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഈ മനുഷ്യൻ ഒരു കൊലപാതകനാകുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം പറയുകയാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, പൗലോസ് കടലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവർ കണ്ടു. അസാധാരണമായ ദയ പൗലോസിനോട് ഇവർ കാണിച്ചു. പക്ഷെങ്കിൽ എന്നിട്ടും അവനെ കുലപാതകനെന്ന് വിളിക്കുന്ന നിലയിൽ അവിടുത്തെ വിശ്വാസങ്ങൾ, അവർ അന്നുവരെ കണ്ടിട്ടുള്ള ചില വിഷയങ്ങൾ അവരെ അത് വിളിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളിതുവരെ ചിലർ വിലയിരുത്തിയ, അഭിപ്രായം പറഞ്ഞ, കുറ്റപ്പെടുത്തിയ ചില വാക്കുകളെ മാറ്റി പറയിക്കുന്ന ദിനങ്ങളാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ആ കുറ്റപ്പെടുത്തലുകൾ കണ്ട് വേദനപ്പെട്ട് ഒരിടത്തൊതുങ്ങാനല്ല, മറിച്ച് ആ കുറ്റപ്പെടുത്തിയവരുടെ നടുവിൽ ദൈവം നമ്മെ ആദരിക്കുവാൻ, മാനിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്, പ്ലാൻ ഇട്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അടുത്ത 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ചാകുന്നില്ല, അവൻ താഴെ വീഴുന്നില്ല എന്ന് കണ്ടിട്ട് അവർ പറയുക, ഇവനൊരു ദൈവ മനുഷ്യനാണ്, ഇവനൊരു ദേവനാണെന്ന് പറയുകയാണ്. ഇന്ന് പകൽ ഈ സമയം എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി, ഒറ്റപ്പെട്ടു നിൽക്കുന്ന, മാറി നിൽക്കുന്ന, വേദനപ്പെട്ടു നിൽക്കുന്ന, ഭാരത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ പ്രവചനാത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അവരുടെ നടുവിൽ ദൈവം നമ്മെ തെളിയിക്കും, അവരുടെ നടുവിൽ ദൈവം നമ്മെ മാനിക്കും, അവരുടെ നടുവിൽ ദൈവം നമ്മെ ഉയർത്തും. ഒരു ഭാഗം കൂടെ പറഞ്ഞാൽ, അതേ, ഇന്നലകളിൽ നമ്മെ കൊണ്ട് ഉപകരിക്കപ്പെട്ടവർ, നമ്മെ കൊണ്ട് പ്രയോജനപ്പെട്ടവർ, അവർ പോലും മിണ്ടാതിരുന്നപ്പോൾ സ്തോത്രം, ദൈവം പൗലോസിനെ തെളിയിച്ചു. അതുപോലെ ദൈവം നമ്മയും തെളിയിക്കും. അങ്ങനെയെങ്കിൽ ദൈവാശ്രയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.